ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട PSCക്ക് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുമാണ് നമ്മളിനി ക്ലാസ് എടുക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അത് ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദ ലാൻഡാണ്. ഒരു രാജ്യത്തെ അടിസ്ഥാന നിയമങ്ങൾ പറയുന്ന ഗ്രന്ഥത്തെയോ അതിൻ്റെ ഡോക്യുമെൻറ്റിനെയൊക്കെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതല്ലാതെ ആ രാജ്യത്തെ എല്ലാ നിയമങ്ങളും പറയുന്ന സാധനമല്ല കോൺസ്റ്റിറ്റ്യൂഷൻ. ആ രാജ്യത്തെ അടിസ്ഥാന നിയമങ്ങൾ, ആ രാജ്യത്ത് ആര് ഭരണം നടത്തണം, ഭരണം എങ്ങനെ ആയിരിക്കണം, ആരാണ് നിയമം ഉണ്ടാക്കേണ്ടത്, ആരാണ് നിയമം നടപ്പാക്കേണ്ടത്, ആരാണ് നീതി പ്രഖ്യാപിക്കേണ്ടത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള രാജ്യത്തിൻ്റെ അടിസ്ഥാന ഭരണ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന, രാജ്യത്തിൻ്റെ അടിസ്ഥാനമായുള്ള നിയമങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ഗ്രന്ഥമാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദ ലാൻഡ്. അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ലോകത്ത് തന്നെ ഭരണഘടന പ്രധാനമായിട്ടും തരംതിരിച്ചിരിക്കുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും മറ്റൊന്ന് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും. ഒന്ന് ലിഖിത ഭരണഘടനയും മറ്റൊന്ന് അലിഖിത ഭരണഘടനയും. ലിഖിത ഭരണഘടന എന്ന് പറഞ്ഞാൽ എഴുതിയ ഭരണഘടനയും അലിഖിത ഭരണഘടന എന്ന് പറയുന്നത് എഴുതാത്ത ഭരണഘടനയും. അങ്ങനെയല്ല ഒരിക്കലും. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കരുത്. ലോകത്തെ എല്ലാ ഭരണഘടനയും എഴുതപ്പെട്ട ഭരണഘടന തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്? അത് ലിഖിത ഭരണഘടന എന്ന് പറയുന്നത് ഒരൊറ്റ ഡോക്യുമെൻറ്റിലായിട്ട് എഴുതപ്പെട്ട ഭരണഘടനയെക്കുറിച്ചാണ് ലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. അതേസമയത്ത് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, അലിഖിത ഭരണഘടന എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഡോക്യുമെൻറ്റുകളിലായിട്ട് വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളിലൊക്കെ ആയിട്ടുള്ള നിയമങ്ങളൊക്കെ ചേർന്നതിനെക്കുറിച്ചാണ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലൂടെ പുതുതായി ഒന്ന് നിർമ്മിച്ചതാണ്, എന്നിട്ടൊരൊറ്റ ഡോക്യുമെൻ്റ് ആക്കി ചെയ്തതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതേസമയത്ത് ബ്രിട്ടൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയല്ല. ബ്രിട്ടൻ്റെ നിയമങ്ങൾ പല ഗ്രന്ഥങ്ങളിലായിട്ടാണ് നിലനിൽക്കുന്നത്. അവിടുത്തെ രാജാവിനെക്കുറിച്ച് പറയുന്നത് ഒരു ഭാഗത്താണെങ്കിൽ മറ്റൊരു ഗ്രന്ഥത്തിലാണ് അവിടുത്തെ പ്രധാനമന്ത്രിയെക്കുറിച്ചും അവിടുത്തെ പാർലമെൻറ്റിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ മാറ്റമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ റിട്ടൺ ആണ്, അതേസമയത്ത് ബ്രിട്ടനിൽ അൺറിട്ടൺ ആണ്. അപ്പോൾ റിട്ടൺ എന്ന് പറയുന്നത് ഒരൊറ്റ ഡോക്യുമെൻറ്റിലാക്കിയിട്ട് എഴുതപ്പെട്ടതിനെയാണ് റിട്ടൺ എന്ന് പറയുന്നത്. അതേസമയത്ത് വ്യത്യസ്ത ഗ്രന്ഥങ്ങളിലൊക്കെ ആയിട്ട് ഉള്ളതിനെയാണ് അൺറിട്ടൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിലും അമേരിക്കയിലുമൊക്കെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതേസമയത്ത് ബ്രിട്ടനിലും ഇസ്രായേലിലുമൊക്കെ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അമേരിക്കയിൽ ഇപ്പോൾ ഫിലാഡൽഫിയ കോൺഫറൻസ് വഴിയാണ് അമേരിക്കയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത്. ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി വഴിയായിട്ടാണ് നമ്മളൊരു വിപ്ലവകരമായിട്ട് നിലവിലുള്ള എല്ലാ നിയമങ്ങളെയും മാറ്റിക്കൊണ്ട് ഒരു പുതിയ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഭരണഘടന നിർമ്മിക്കുന്നത്. അതിനെയാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് നിലവിലുള്ള നിയമങ്ങളെയൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് പല ഗ്രന്ഥങ്ങളിലായിട്ടുള്ളതിനെയാണ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രപരമായ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ രാജ്യം ഇന്ന് കാണുന്ന നമ്മുടെ ഇന്ത്യൻ ഭൂപ്രദേശം ഭരണം നടത്തിയത് ആരായിരുന്നു? അവസാനമായിട്ട് ബ്രിട്ടനായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് നമുക്കൊരു നിയമത്തെക്കുറിച്ചൊക്കെയുള്ളൊരു പരിജ്ഞാനം ഉണ്ടാകുന്നത് ബ്രിട്ടൻ്റെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ കാലത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രിട്ടൻ്റെ ഭരണ ചരിത്രമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അത് നോക്കിയാൽ മാത്രമേ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിലേക്കും ഇന്ത്യൻ ഭരണഘടന ഉണ്ടായി വന്നതിനെക്കുറിച്ചും ഇന്ത്യക്കാർക്ക് നിയമവുമായി ബന്ധപ്പെട്ട പരിചയവും ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ബ്രിട്ടൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത് 1600-ലാണ്. AD 1600-ലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കിയിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്. എന്തിനു വേണ്ടിയായിരുന്നു ഇന്ത്യയിലേക്ക് വന്നത്? കച്ചവടത്തിന് വേണ്ടിയായിരുന്നു ഇന്ത്യയിലേക്ക് വന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് ഇന്ത്യയിൽ വരുന്നു. അവർ കച്ചവടത്തിന് 1600-ൽ വരുന്നു. പിന്നീട് ഇന്ത്യയിൽ അവർ ചില പ്രദേശങ്ങൾ പിടിച്ചടക്കും. കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷുകാർ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ അക്കാലത്തുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഉണ്ടായ ഒരു പ്രശ്നമാണ് 1757 ബാറ്റിൽ ഓഫ് പ്ലാസി ഉണ്ടാകുന്നത്. സിറാജുദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള റോബർട്ട് ക്ലൈവ് അവരായിരുന്നു അന്ന് ബ്രിട്ടീഷ് ഭരണ സംവിധാനത്തിന് കൈകാര്യം ചെയ്തിരുന്നത്. അവർ തമ്മിൽ നടന്ന 1757 പ്ലാസി യുദ്ധം നടക്കുന്നത്. പിന്നീട് 64-ൽ
ഒരു 5-6 വർഷം കഴിഞ്ഞപ്പം വീണ്ടും ബ്രിട്ടീഷുകാരായിട്ട് ബക്സർ യുദ്ധം നടക്കുന്നുണ്ട്. അത് 1764 എന്താ ബക്സർ യുദ്ധം? ബക്സർ യുദ്ധം വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ്. കാരണം ബംഗാളിലെ നവാബും ബ്രിട്ടീഷ് റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് നേതാവും തമ്മിലായിരുന്നു. അത് അവരുടെ പേര് പറയുന്നുള്ളൂ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബംഗാൾ നവാബും തമ്മിലുള്ള യുദ്ധമായിരുന്നു ബാറ്റിൽ ഓഫ് ബക്സാർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാറ്റിൽ ഓഫ് ബക്സാർ കഴിയുന്നതോടു കൂടി ബ്രിട്ടീഷുകാർക്ക് ബംഗാൾ എന്ന് പറയുന്ന പ്രവിശ്യ പൂർണ്ണമായിട്ടും കിട്ടുകയാണ്. ബംഗാൾ എന്ന് പറയുന്നത് വലിയ പ്രവിശ്യയാണ്. ആ പ്രവിശ്യ വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവിശ്യയായിരുന്നു ബംഗാൾ. ഇന്നത്തെ നമ്മളെ ഇന്നത്തെ വെസ്റ്റ് ബംഗാളും ബംഗ്ലാദേശും ഒക്കെ ഉള്ള അങ്ങനെ ഒരു വലിയ ഭൂപ്രദേശം ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് വരുന്നു. ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് എന്ന് പറയുന്നത് അവിടെ നികുതി പിരിക്കാനുള്ള അവകാശം ഒക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് വരുന്നു. ആ ദിവാനി എന്ന് പറയുന്ന പദവിയൊക്കെ അവർക്ക് കിട്ടുന്നു. ദിവാനി എന്ന് പറയുന്ന പദവി അവിടെ ബ്രിട്ടീഷുകാർക്ക് കരം പിരിക്കാനുള്ള ഒരു അവകാശമാണ്. അതൊക്കെ കിട്ടുന്നു. അപ്പം അതുമാത്രമല്ല, ബംഗാൾ കിട്ടിയത് കൂടി തന്നെ ബീഹാറും ഒറീസയൊക്കെ തുടരെ കിട്ടുന്നുണ്ട്. അതോടുകൂടി 1764 ബക്സാർ യുദ്ധത്തോടുകൂടി ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ വലിയ അധികാരമാണ്. അധികാരം എന്ന് പറയുന്നത് ഈ കരം പിരിക്കാനുള്ള വലിയ അധികാരം അവർക്ക് ലഭിക്കുകയുണ്ടായി. ഇതോടുകൂടി അവർ കമ്പനി റൂള് അവിടെ നടപ്പാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരണം തുടങ്ങുന്നത്. ദിവാനി പദവി ലഭിച്ചതോടുകൂടി കമ്പനി റൂൾ ആരംഭിച്ചു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ ഭരണം ആരംഭിച്ചു. 1600 ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായി ഇന്ത്യയിൽ വന്നെങ്കിലും അവർക്ക് അധികാരം ലഭിക്കുന്നത് ഈ ബക്സാർ യുദ്ധത്തിന് ശേഷമാണ്. പിന്നീട് അവർ കമ്പനി ഭരണം ആരംഭിക്കുന്നു. കമ്പനി ഭരണം ആരംഭിച്ചപ്പോൾ അവർ ഈ രാജ്യത്ത് ചില നിയമങ്ങൾ കൊണ്ടുവന്നു. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യയിൽ ചില നിയമങ്ങൾ അവർ കൊണ്ടുവന്നിരുന്നു. ആ നിയമങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ ഭരണം നടത്തിയത്. അവർ ഭരണഘടന ഉണ്ടാക്കിയിരുന്നില്ല. നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കണം. അവർ ഭരണഘടന ഉണ്ടാക്കിയിരുന്നില്ല, പക്ഷേ അവർ ഈ രാജ്യത്ത് ചില നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നു. നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചത് 2 പാറ്റേണിലായിട്ടാണ്. 1765 മുതൽ 1857 വരെ ദീർഘമായ 100 വർഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതേസമയത്ത് 1857 വളരെ ഒരു നിർണായകമായൊരു സംഭവം ഇന്ത്യയിലുണ്ടായി. അതായിരുന്നു ഇന്ത്യയിലെ ആദ്യ സ്വതന്ത്ര സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹള എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന 1857 ഒന്നാം സ്വതന്ത്ര സമരം. ഈ സ്വതന്ത്ര സമരത്തോടു കൂടിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ബ്രിട്ടീഷ് പാർലമെൻറ്റ്, ബ്രിട്ടീഷ് ക്രൗൺ ഇന്ത്യയിൽ നേരിട്ട് ഭരണം നടത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. 1858 മുതൽ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി വരെ ബ്രിട്ടീഷ് ക്രൗണാണ്, ബ്രിട്ടീഷ് രാജ്ഞിയാണ് ഇന്ത്യ നേരിട്ട് ഭരിക്കുന്നത്. ഇങ്ങനെ 2 പാറ്റേണിലായിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നത്. ഒന്ന് കമ്പനി ഭരണമായിരുന്നു, ഒന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് നേരിട്ടായിരുന്നു ഇന്ത്യ ഭരിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 2 ഭരണകാലയളവിലും ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നതിന് വേണ്ടി ഒരു ഭരണഘടന ഉണ്ടാക്കിയിരുന്നില്ല. അവർ ഇങ്ങനെ ഇടവേളകളിലായിട്ട് ഇവിടെ ഭരിക്കുന്നതിന് ചില നിയമങ്ങൾ കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. ബ്രിട്ടീഷുകാർ ഈ രാജ്യം ഭരിക്കുന്നതിന് ആവശ്യമായ ചില നിയമങ്ങൾ അത് കൊണ്ടുവരികയായിരുന്നു ചെയ്തിരുന്നത്. ഇന്ത്യയിലെ ഭരണം സുഗമമാക്കുന്നതിനും ഇന്ത്യയിലെ ജനങ്ങൾ ആ ഭരണം അനുസരിക്കുന്നതിനു വേണ്ടിയുള്ള ചില ആക്റ്റുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിലൊരു ഭരണഘടന ഉണ്ടായിരുന്നില്ല. അവർ ഇങ്ങനെ കാലക്രമേണ ഈ ആക്റ്റുകളാണ് ഉണ്ടായിരുന്നത്. ആ ആക്റ്റുകളുടെ വർഷവും ആ ആക്റ്റുകളുടെ പേരും നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ആക്റ്റുകളുടെ പേരും ആക്റ്റുകളുടെ വർഷവും നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് ഉണ്ടായ ആക്റ്റുകളാണ് നോക്കുന്നത്. ഒന്ന് റെഗുലേറ്റിംഗ് ആക്ട് 1773, പിന്നെ ഒന്ന് പിറ്റീസ് ആക്ട് 1784, പിന്നെ ചാർട്ടർ ആക്ട് 1833, പിന്നെ ചാർട്ടർ ആക്ട് 1853. ഈ 4 പ്രധാനപ്പെട്ട ആക്റ്റുകളായിരുന്നു കമ്പനി ഭരണകാലത്തുണ്ടായിരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആക്ട് നോക്കിയിട്ടാണ്
ഇവർ ഭരണം നടത്തിയിരുന്നത്. ഈ ആക്ടിനനുസരിച്ചാണ് ഇവർ ഭരണം നടത്തിയിരുന്നത്. അവർ ഒരു ഭരണഘടന ഉണ്ടാക്കിയിരുന്നില്ല. ഈ ആക്റ്റിലുള്ള എല്ലാ കാര്യവും നമ്മൾ പഠിക്കേണ്ടതില്ല, കാരണം അതെല്ലാം ചോദ്യം വരില്ല. നിങ്ങൾ അതിൻ്റെ വർഷവും അതിൻ്റെ പേരും മാത്രം പഠിച്ചാൽ മതി. ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടതില്ല. കമ്പനി ഭരണകാലത്ത് ഈ 4 ആക്റ്റുകളാണ് ഉണ്ടായിരുന്നത്. ഈ 4 ആക്ടിൻ്റെയും പേരും വർഷവും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നീട് 1858 മുതൽ 1947 വരെയുള്ള ദീർഘമായ 100 വർഷം അത് ബ്രിട്ടീഷ് ക്രൗണ് ഇന്ത്യയിൽ നേരിട്ട് ഭരിക്കുന്ന കാലമാണ്. ആ കാലത്തും കൊണ്ടുവന്ന ആക്റ്റുകളുണ്ട്. അത് നമുക്ക് പലതും വിശദമായി പഠിക്കേണ്ടതുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858, പിന്നെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1909 1909, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1990 1919, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, ഇന്ത്യൻ ഇൻഡിപെൻഡൻ്റ് ആക്ട് 1947. ഈ ആക്റ്റുകളാണ് ക്രൗണ് നേരിട്ട് ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ആക്റ്റുകൾ. പ്രധാനമായും ചോദ്യം വരുന്ന ഭാഗം ഈ ആക്റ്റുമായി ബന്ധപ്പെട്ടാണ്. ഈ ആക്റ്റിലെ പലതും ചോദ്യം വരുന്ന ഭാഗമാണ്. ഇത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ ആക്റ്റുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് അടുത്ത ഭാഗം മുതൽ നമുക്ക് പറയാനുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. പ്രധാനമായും ചോദ്യം വരുന്ന ഭാഗം ഈ ഭാഗത്താണ്. ബ്രിട്ടീഷുകാർ നേരിട്ട് ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ആക്റ്റുകളെക്കുറിച്ചാണ് പലപ്പോഴും ചോദ്യം വരുന്ന ഭാഗം. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിലെ ഓരോ ആക്റ്റുകളെക്കുറിച്ചും പ്രധാനപ്പെട്ട ഓരോ ആക്റ്റുകളെക്കുറിച്ചും നമുക്ക് വിശദമായി പറയാം. ഇനിയുള്ള വീഡിയോകൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാം. ഓക്കെ.